വീഡിയോയിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. 2-3 പോയിന്റ്സ് ഉണ്ട്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഏതെല്ലാം ക്വാണ്ടിറ്റീസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും മെഷർ ചെയ്യാൻ സാധിക്കുന്നുവോ അത്തരം ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാമു എന്ന് പറഞ്ഞ ഒരാളുടെ ഹൈറ്റ് നമ്മൾ അളക്കാണ്. നമുക്കൊന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു ടേപ്പ് വെച്ച് അളക്കാം ആണല്ലോ, അതാണ് ഡയറക്റ്റ് മെത്തേഡ്. അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മാത്തമാറ്റിക് കാൽക്കുലേഷൻസ് വഴിയോ നമുക്ക് എന്തെങ്കിലും ഈ ഹൈറ്റ് അളക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ ക്വാണ്ടിറ്റീനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റീന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. മെഷർ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളതിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു നമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ യൂണിറ്റ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ രാമു എന്ന് പറഞ്ഞ ഒരാളുടെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കി. നമുക്ക് ഈ മാസ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും മെഷർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മാസ് എന്ന് പറഞ്ഞത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഇനി ഈ മാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാമുവിൻ്റെ മാസ് 50 കിലോഗ്രാം ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ 50 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, കിലോഗ്രാം എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാസിനെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ മാസിന് ഒരു നമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ യൂണിറ്റ് ഉണ്ടായിരിക്കും. ഇതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആവാനുള്ള കാര്യങ്ങൾ. ഇനി എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്നതും യൂണിറ്റും നമ്പറുള്ള എല്ലാ തരം ക്വാണ്ടിറ്റിയിലും നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാണ് വിളിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെങ്ത്, മാസ്, ടൈം, എക്സിട്ര ഏതൊക്കെ ക്വാണ്ടിറ്റിയുടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നു, അതിന് നമ്പർ ഉണ്ടായിരിക്കുന്നു, അതിന് യൂണിറ്റ് ഉണ്ടായിരിക്കുന്നു, അത്തരം ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അത് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ് ആ രണ്ടെണ്ണം? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, രണ്ടാമത്തെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ മറ്റൊരു പേരാണ് ബേസ് ക്വാണ്ടിറ്റി. ബേസ് ക്വാണ്ടിറ്റി എന്ന് പരീക്ഷയ്ക്ക് വന്നാലും അത് അർത്ഥാക്കുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് തന്നെയാണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഓർ ബേസ് ക്വാണ്ടിറ്റി, രണ്ടാമത്തെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ രണ്ടാക്കി തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും. അതിൽ ഒന്നാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ മറ്റൊരു പേരാണ് ബേസ് ക്വാണ്ടിറ്റി. ഇനി ഈ ഫിസിക്സിലുള്ള ഒരുവിധം എല്ലാ ടേംസും ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതും എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നെയാണ്. പക്ഷേ ചില ക്വാണ്ടിറ്റീസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കും. ഇതിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലെ ചില ക്വാണ്ടിറ്റീസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കും. അതായത് മറ്റുള്ള ക്വാണ്ടിറ്റീനെ ആശ്രയിക്കാണ്ട് നിൽക്കുകയാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്നാണ് അടുത്തൊരു ക്വാണ്ടിറ്റി വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആരെയും ആശ്രയിക്കില്ല, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അത്തരം ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നു. ഇനി അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, എക്സ്പ്രസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ടേംസിലായിരിക്കും. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അഥവാ എത്ര ബേസ് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണുള്ളത്? 7 എണ്ണുള്ളത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അഥവാ 7 ബേസ് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. 7 ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ 7 ബേസ് ക്വാണ്ടിറ്റിയാണ് ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ്. ബേസ് ക്വാണ്ടിറ്റി തരും, ബേസ് യൂണിറ്റ് ചോദിക്കും, സിമ്പിൾ ചോദിക്കും. അപ്പോൾ ഇത് നന്നായി പഠിച്ചിരിക്കാം. ലെങ്ത് നമ്മുടെ അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞത് മീറ്റർ ആണ്. ലെങ്ത് മെഷർ ചെയ്യുന്നത് മീറ്ററിലാണ്, എം ആണ് സിമ്പിൾ. മാസ് എന്ന് പറയുമ്പോൾ കിലോഗ്രാം, kg. ടൈം എന്ന് പറയുമ്പോൾ സെക്കൻഡ്സിലാണ് മെഷർ ചെയ്യുക. അതായത് ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആണ്, എസ് ആണ് സിമ്പിൾ. ഇലക്ട്രിക് കറന്റ് ആംപെയർ, എ വെച്ചിട്ട് സിമ്പിൾ എന്ന് പറയുന്നത് എ ആണ്. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിനിലാണ് മെഷർ ചെയ്യുന്നത്, അഥവാ ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനിലാണ്. ഇനി സിമ്പിൾ എന്ന് പറയുന്നത് കെ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്
MOLE എന്നറിയപ്പെടുന്നത്. ഇത് രണ്ടും വായിക്കുന്നതിന് മോൾ തന്നെയാണ്. പക്ഷെ ബേസ് യൂണിറ്റിൽ ഇ വരുന്നുണ്ട്, സിമ്പിളിൽ ഇ വരുന്നില്ല. ഇത് രണ്ടും ഓർത്തിരിക്കുക, തെറ്റിക്കരുത്. ബേസ് യൂണിറ്റ് മോളാണ്, എന്നാൽ സിമ്പിളിൽ ഇ വരുന്നില്ല, MOL മാത്രമേ വരുന്നുള്ളൂ. ലൂമിനസ് ഇൻറ്റൻസിറ്റി ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡല, CANDELA, കാൻഡല. സിമ്പിൾ എന്ന് പറയുന്നത് CD. നന്നായി പഠിച്ചിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിരുന്നു. ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഓർ ബേസ് ക്വാണ്ടിറ്റി, നമ്മളത് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, physical quantity which derived from fundamental quantity by multiplying or dividing them. അതായത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്വാണ്ടിറ്റീസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നു. അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴോ ഡിവൈഡ് ചെയ്യുമ്പോഴോ നമുക്കൊരു ക്വാണ്ടിറ്റീനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അത്തരം ക്വാണ്ടിറ്റീനെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി 7 നമ്മൾ പഠിച്ചു. അപ്പോൾ ബാക്കി വരുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയിലാണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞത് ഡിസ്റ്റൻസ് ട്രാവൽഡ്, സ്പീഡിൻ്റെ ഫോർമുലയാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഇതാണ് സ്പീഡിൻ്റെ ഫോർമുല. സ്പീഡ് അഥവാ വെലോസിറ്റി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്റ്റൻസ് ട്രാവൽ നമ്മൾ എന്തിലാണ് ഡിസ്റ്റൻസ് അളക്കുന്നത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി മീറ്ററിൽ അല്ലേ? മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സെക്കൻഡ്. അപ്പോൾ M ഇവിടെ ഉണ്ട്, S അടിയിലായതുകൊണ്ട് S മുകളിലേക്ക് വന്നു. ഈ S എന്ന് പറയുമ്പോൾ S⁻1 എന്നാണ് ഇതിനെ പറയുക. ഈ സംഭവം മുകളിലേക്ക് വരാണെങ്കിൽ എസിൻ്റെ പവർ എന്തായിട്ട് മാറും? S-1. മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ S⁻1 ms-1 എന്ന് വരും. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞത് രണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ ഒരു ക്വാണ്ടിറ്റി സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഇനി രണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഇൻറ്റു ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലേ? ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ മാസ് എന്ന് പറയുമ്പോൾ മാസ് നമുക്ക് സാധാരണ കിലോഗ്രാമിലാണ് അളക്കുക അല്ലെ? കിലോഗ്രാം ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈമാണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞത് വെലോസിറ്റി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ സ്പീഡാണ് വെലോസിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്പീഡ് നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചുള്ളൂ. എന്താണ്? മീറ്റർ സെക്കൻഡ് ms-1 ഡിവൈഡഡ് ബൈ വീണ്ടും ടൈം S ആണ്. അപ്പോൾ ഈ എസ്സിനെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരാം. A = ms-1 ഇൻറ്റു S-1. ഇവിടെ S എന്ന് പറഞ്ഞത് ഒരേ വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് മുകളിലത്തെ തമ്മിൽ പ്ലസ് ചെയ്യാവുന്നേ ഉള്ളൂ. A എന്ന് പറഞ്ഞത് M, -1 + -1 എത്രയാണ്? -2. അതായത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നതിന് കിട്ടി. അപ്പോൾ കിലോഗ്രാം ഇൻറ്റു ms-2. അപ്പോൾ ഈ കിലോഗ്രാം ms-2 ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ സ്പീഡ് എന്ന് പറഞ്ഞതും ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അതായത് രണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്തിട്ടോ ഇൻറ്റു ചെയ്തിട്ടോ നമുക്ക് കിട്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ്സ് which is used to measure all fundamental and derived quantity is called a system of unit. അതായത് എല്ലാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിലും അതേപോലെ തന്നെ എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെയും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇനി സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇപ്പോൾ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 4 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് 4 എണ്ണം നമ്മൾ പഠിച്ചു. എന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പഠിച്ചു. അപ്പോൾ 4 സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ ആദ്യത്തെയാണ് CGS, രണ്ടാമത്തെയാണ് FPS, മൂന്നാമത്തെയാണ് MKS, നാലാമത്തെയാണ് SI. ഇതിന് SI യൂണിറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്.
അപ്പോൾ ആദ്യം തന്നെ CGS സിസ്റ്റം എവിടെയാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിലാണ്. അതായത് അതൊരു ഫ്രഞ്ച് സിസ്റ്റമാണ്. ഫ്രാൻസിൽ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഫ്രഞ്ച് സിസ്റ്റമാണ്. ഇതിൽ ഉപയോഗിക്കുന്നത് സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. CGS എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. സെൻറ്റിമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻറ്റിമീറ്റർ. ഗ്രാം ആണെങ്കിൽ അത് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സെക്കൻഡ് ആണെങ്കിൽ അത് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ CGS സിസ്റ്റം നമ്മൾ എന്താണെന്ന് പഠിച്ചു. അടുത്തതാണ് FPS സിസ്റ്റം. ഫുട്ട്, പൗണ്ട്, സെക്കൻഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതൊരു ബ്രിട്ടീഷ് സിസ്റ്റമാണ്. അതായത് ഇംഗ്ലണ്ടിൽ സെറ്റപ്പ് ആയതുകൊണ്ടാണ്, സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇതൊരു ബ്രിട്ടീഷ് സിസ്റ്റമായിട്ട് മാറുന്നത്. ഫുട്ട്, പൗണ്ട്, സെക്കൻഡ്. ഫുട്ട് നമ്മൾ ലെങ്ത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പൗണ്ട് എന്ന് പറയുന്നത് മാസിന് വേണ്ടിയിട്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് ടൈം അളക്കാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമത്തെയാണ് MKS. അതായത് ഇതും ഒരു ഫ്രഞ്ച് സിസ്റ്റമാണ്. ഫ്രാൻസിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഫ്രാൻസിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നു, അഥവാ ഫ്രഞ്ച് സിസ്റ്റമാണ്. ഏതൊക്കെയാണ്? CGSഉം MKSഉം. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സിസ്റ്റം ഓഫ് യൂണിറ്റിൽ 3 നമ്മൾ പഠിച്ചു. CGS സിസ്റ്റം പഠിച്ചു, FPS പഠിച്ചു, MKS പഠിച്ചു. നാലാമത്തെയാണ് SI യൂണിറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ വരുന്നത്. SI യൂണിറ്റ് ആണ്. സിസ്റ്റം ഓഫ് യൂണിറ്റ് വിച്ച് ഈസ് എറ്റ് പ്രസൻറ്റ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ഫോർ മെഷർമെൻറ്റ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ അഥവാ വേൾഡ് വൈഡ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? സിസ്റ്റം ഇൻ്റർനാഷണൽ ഡി യൂണിറ്റ്സ് ഓർ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നും നമുക്ക് SI യൂണിറ്റിനെ വിളിക്കാം. ഇനി 7 SI യൂണിറ്റ്. നമ്മൾ നേരത്തെ ബേസ് ക്വാണ്ടിറ്റി അഥവാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി 7 ഉണ്ടെന്ന് പഠിച്ചു. ആ 7 7 SI യൂണിറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ 2 കൂടി കൂടുതൽ വരുന്നുണ്ട്. 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സും കൂടി കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ SI യൂണിറ്റിൽ 7 ബേസ് ക്വാണ്ടിറ്റിക്ക് 7 SI യൂണിറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സും കൂടി കൂടുതൽ വരുന്നുണ്ട്. നമുക്കത് നോക്കാം. നേരത്തെ പഠിച്ച പോലെ തന്നെ ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇതാണ് 7 ബേസ് ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സും കൂടി നമ്മൾ പഠിക്കണം. ഇപ്പം ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. അതേപോലെ M ആയിരിക്കും സിമ്പിൾ. മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? കിലോഗ്രാം. നെയിം എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. kg ആണ് സിമ്പിൾ. ടൈം എന്ന് പറയുമ്പോൾ സെക്കൻഡ്സിലാണ് എഴുതുന്നത്, സെക്കൻഡ്. സിമ്പിൾ എന്ന് പറയുന്നത് S ആണ്. SEC. അതേപോലെ തന്നെ SE എന്നൊന്നും എഴുതി വെക്കരുത്, S തന്നെയാണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ നെയിം ആംപെയർ ആണ്. ക്യാപിറ്റൽ A വെച്ചിട്ടാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആംപെയർ. ഇനി തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ കെൽവിൻ ആണ്. K T എന്ന് എഴുതരുത്, കെൽവിൻ തന്നെയാണ്. ടെമ്പറേച്ചറിൽ കെൽവിൻ ആണ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് K. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് MOLE. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ, എന്നാൽ സിമ്പിൾ വരുമ്പോൾ MOL ആയിരിക്കും. ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല, സിമ്പിൾ CD. ഇത് നന്നായി പഠിച്ചിരിക്കാം. SI യൂണിറ്റിലുള്ള 7 ബേസ് ക്വാണ്ടിറ്റിയാണ്. ഇനി 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി കൂടി നമുക്ക് പഠിക്കാം. SI യൂണിറ്റിൽ 7 ബേസ് ക്വാണ്ടിറ്റിക്ക് 7 SI യൂണിറ്റിന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ SI യൂണിറ്റിൽ വരുന്ന 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് പ്ലെയിൻ ആംഗിളും അതുപോലെ തന്നെ സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിളിൻ്റെ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയൻ ആണ്. ഇപ്പോൾ ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? മീറ്റർ. ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ആംപെയർ. A വെച്ചിട്ട്, ക്യാപിറ്റൽ ലെറ്റർ A വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ പ്ലെയിൻ ആംഗിളിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയൻ, RADIAN, സിമ്പിൾ RAD എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ സോളിഡ് ആംഗിൾ ആണെങ്കിൽ സ്റ്റീറേഡിയൻ, SI യൂണിറ്റ് ആണ് സ്റ്റീറേഡിയൻ വരുന്നത്, സിമ്പിളാണ് SR. ഇനി നമ്മൾ പറയുന്നത് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ വിശേഷിപ്പിക്കുന്നത് തീറ്റ എന്നാണ് ഈ പ്ലെയിൻ ആംഗിളിനെ അറിയപ്പെടുന്നത്. അതേപോലെ സോളിഡ് ആംഗിൾ ആണെങ്കിൽ ഒമേഗ. ഈ 2 ചിഹ്നം ഓർത്തിരിക്കുക. പ്ലെയിൻ ആംഗിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് തീറ്റ വെച്ചിട്ടാണ്, സോളിഡ് ആംഗിളിനാണെങ്കിൽ ഒമേഗ. ഇതൊരു സർക്കിളിൽ, അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആർക്ക് ലെങ്ത് ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ, ഇതൊരു സർക്കിളാണെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ആർക്ക്, സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ആർക്ക് സെൻറ്ററിലേക്ക് ഒരു വര നമ്മൾ കണക്ട് ചെയ്യണം. അതിന് റേഡിയസ്, സെൻറ്ററിൽ നിന്ന്
സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന വരനെ നമ്മൾ ആർ എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി ഈ ചെറിയ ആർക്കിനെ എൽ എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ടെണ്ണം കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ആ ആംഗിൾ ആണ് തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്നതാണ് പ്ലെയിൻ ആംഗിൾ. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞത് എൽ ഡിവൈഡഡ് ബൈ ആർ ആണ്. അതായത് ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇതൊരു 2 ഡയമെൻഷണൽ ഫിഗർ ആണ് കേട്ടോ. ഇനി സോളിഡ് ആംഗിളിൽ വരുമ്പോൾ ഇതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആയിട്ടാണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻ്റർസെപ്റ്റഡ് ഏരിയ ടു ദ സ്ക്വയർ ഓഫ് റേഡിയസ് ഓഫ് ദ സ്പിയർ. ഈ സ്പിയറിൻ്റെ ഇൻ്റർസെപ്റ്റഡ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മളൊരു കോണൊക്കെ വരയ്ക്കില്ലേ, കണ്ട ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ കോൺ വരയ്ക്കുന്ന പോലത്തെ ഷേപ്പായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗമാണ് എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗമാണ് ആർ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്കിളിൻ്റെ ഏതൊരു ഭാഗത്തു നിന്ന് സെൻറ്ററിലേക്ക് വരയ്ക്കുന്നതാണ് റേഡിയസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ആംഗിളിനെ ഒമേഗ എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു ഇൻ്റർസെപ്റ്റഡ് ഏരിയ. അതാണ് ഈ ഡെഫിനിഷനിൽ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻ്റർസെപ്റ്റഡ് ഏരിയ ടു ദ സ്ക്വയർ ഓഫ് റേഡിയസ്, അതായത് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇൻ്റർസെപ്റ്റഡ് ഏരിയനെ നമുക്ക് ക്യാപിറ്റൽ എ എന്ന് എഴുതാം, എ ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഈ പ്ലെയിൻ ആംഗിൾ സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എത്ര ഉണ്ടെന്ന് പഠിക്കണം, ഏതൊക്കെയാണെന്ന് പഠിക്കണം, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗർ അത് തീറ്റ ഒമേഗ അത് പഠിക്കണം, SI യൂണിറ്റ്, സിമ്പിൾ, ഡെഫിനിഷൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നോക്കി, പിക്ക് ദ ഓഡ് വൺ. 4 ഓപ്ഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഡിഫറെൻ്റ് ആയത് എടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. മാസ്, ഇലക്ട്രിക് കറണ്ട്, ലെങ്ത്, വെലോസിറ്റി. കാണുമ്പോൾ തന്നെ നമുക്കറിയാം മാസ്, ഇലക്ട്രിക് കറണ്ട്, ലെങ്ത് എന്നൊക്കെ പറഞ്ഞത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. എന്നാൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ല. അപ്പം ഇവിടുത്തെ ആൻസർ എന്താണ്? വെലോസിറ്റി. ബാക്കിയെല്ലാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, റെപ്രസെൻ്റ് ചെയ്യുന്നത് കെൽവിൻ ആണ്, റെപ്രസെൻറ്റഡ് ബൈ K. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഈസ് ദ SI യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ? നമ്മൾ സപ്ലിമെൻ്ററി യൂണിറ്റ്സിൽ 2 ആംഗിൾസ് ഉണ്ടെന്ന് പഠിച്ചു, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. ഈ സോളിഡ് ആംഗിളിൻ്റെ SI യൂണിറ്റ് ഏതാണ് പറഞ്ഞേക്കുന്നത്? എന്താണ്? സ്റ്റിറേഡിയൻ. SI യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് സ്റ്റിറേഡിയൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ സ്റ്റിറേഡിയൻ. ഇനി SI യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റേഡിയൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.